Minister Roshy Augustine, very good morning. Good morning. മിനിസ്റ്റർ, ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. തീർച്ചയായും മിനിസ്റ്റർ എന്ന നിലയിൽ ഏകദേശം പാതിക്കാലം പിന്നിടുമ്പോൾ മിനിസ്റ്റർക്കും സന്തോഷമുള്ളൊരു കാലമായി ഞാൻ മനസ്സിലാക്കുന്നു. റിപ്പോർട്ടറിൻ്റെ 14 വർഷങ്ങളാണ്, 13 വർഷങ്ങൾ പൂർത്തിയാക്കി 14ാം വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. നമുക്ക് മറ്റ് രാഷ്ട്രീയ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് അങ്ങയുടെ ഈ ദൃശ്യ അനുഭവത്തിൽ റിപ്പോർട്ടർ എങ്ങനെയായിരുന്നു എന്ന് ചുരുക്കം വാക്കുകളിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. റിപ്പോർട്ടറിന് മാത്രമല്ല, ഒരുപക്ഷെ പ്രേക്ഷകർക്കും സന്തോഷമുള്ള ഒരു ദിനമാണ്. 14 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നവർക്ക് ഈ വളർച്ചയിൽ ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റ് ദ എഡിറ്റേഴ്സ്. തീർച്ചയായിട്ടും രാത്രി 9 മണിക്കുള്ള ഈ പ്രോഗ്രാം മറ്റൊരു ചാനലിലും കാണാൻ കഴിയാത്ത സവിശേഷതയാർന്നൊരു പരിപാടിയായി വിലയിരുത്തപ്പെടാറുണ്ട്. ബഹുമാനായ പ്രിയപ്പെട്ട ശ്രീ ഉണ്ണി ബാലകൃഷ്ണനും ഡോക്ടർ അരുണും സ്മൃതിയും സുജയും ഉൾപ്പെടുന്ന ഒരു ടീം, അവരുടെ പ്രവർത്തനവും ആ പ്രവർത്തന മികവും ആ ശൈലിയും രീതിയുമെല്ലാം ഏറെ ആൾക്കാരെ സ്വാധീനിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ കോഫി വിത്ത് അരുൺ രാവിലെ ആ പ്രോഗ്രാം എത്ര ആസ്വാദക ശേഷിയുള്ളൊരു പ്രോഗ്രാമാണ്. ഇലക്ഷൻ കാലങ്ങളിൽ നടത്തുന്ന അശ്വമേധം ഒരുപക്ഷെ ഒരു സ്പെഷ്യലാണ്, ഒരു പ്രത്യേകതയുള്ള ഒരു ഇലക്ഷൻ ഷോ. ഇതൊക്കെ വേറിട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് വിവിധ തലങ്ങളിലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ കഴിയുന്ന ശൈലി രൂപപ്പെടുത്തി വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അതുകൊണ്ട് തന്നെ ഈ നേട്ടങ്ങളെല്ലാം നേടിയെടുത്ത് ജനങ്ങളിലേക്ക് ഒരുപക്ഷെ മറ്റ് സവിശേഷതകളോടുകൂടി കടന്നു വരാൻ കഴിയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ 14ാമത് വാർഷികം ഞാനും ഏറെ സന്തോഷത്തോടു കൂടി പങ്കുചേരുന്നു. രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമല്ല, സാമൂഹിക രംഗത്തുണ്ടാകുന്ന അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഇടപെടലുകൾ, അതിന് ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രവർത്തന ശൈലി, ഇതൊക്കെ അതിൻ്റെ ഏറ്റവും സവിശേഷതയാണ്. ഏറെ സന്തോഷത്തോടു കൂടി, ഏറെ അഭിമാനത്തോടു കൂടി എല്ലാവിധ ആശംസകളും നേരെ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കട്ടെ. ഓക്കെ മിനിസ്റ്റർ, ഒരു പൊളിറ്റിക്കൽ ചോദ്യത്തിൽ നിന്ന് എനിക്കൊപ്പം ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും സുജയ പാർവതി മാൻറ്റോ അഗസ്റ്റിനും ഉണ്ട്. ഒരു രാഷ്ട്രീയ ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാൽ, തോമസ് അഴികാടിൻ്റെ പരാജയം തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഈ ഘട്ടത്തിലും അല്പം സങ്കടം പകരുന്നതാണ്. അധികം ആശ്വസിക്കാനുള്ള വക ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പരാജയത്തിൽ നിന്ന് എന്തു പാഠം ഉൾക്കൊണ്ടായിരിക്കും ഒരു തിരിച്ചുവരവ് നടത്തുക ശ്രീ റോഷി അഗസ്റ്റിൻ? തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പഠന വിഷയമാണ്. ഓരോ തെരഞ്ഞെടുപ്പുകളും ഓരോ പരീക്ഷണങ്ങളാണ്. ജനങ്ങളാണ് ആ പരീക്ഷണശാലയിലെ പ്രധാനപ്പെട്ടത്. അവരുടെ തീരുമാനം അംഗീകരിക്കുക ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടായി. അത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ, ആ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചകൾ പരിഹരിക്കാൻ, അത് പരിശോധിക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അങ്ങനെ വിലയിരുത്തപ്പെടുമ്പോഴും കേരള പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഇപ്പോൾ തോമസ് ചാഴികാടൻ്റെ പരാജയത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ചാഴികാടന് ലഭ്യമായ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF നേടിയെടുക്കാൻ കഴിഞ്ഞ വോട്ടിൻ്റെ അന്തരം ചിലപ്പോൾ ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഉദാഹരണത്തിന് പാലാ നിയമസഭാ മണ്ഡലം എടുത്താൽ 34,000 വോട്ടോളം ഭൂരിപക്ഷം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന UDF കാൻഡിഡേറ്റ് ആയിരുന്നു ചാഴികാട്. ഈ തെരഞ്ഞെടുപ്പിൽ അത് 16,000 വോട്ടായി, അല്ലെ 12,000 വോട്ടായി കുറഞ്ഞിരിക്കുന്നു. കടുത്തുരുത്തിയിൽ 10-22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് 10,000 വോട്ടായി കുറഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന മറ്റ് ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായും പരാജയം എന്നുള്ളത് യാഥാർത്ഥ്യത്തിൽ അംഗീകരിക്കുമ്പോഴും അതിനിടയായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാനും പഠിക്കുവാനും തിരിച്ചു വരാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമവും നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഓക്കെ മിസ്റ്റർ റോഷി അഗസ്റ്റിൻ, എനിക്കൊപ്പം ഉണ്ണി ബാലകൃഷ്ണൻ സ്മൃതി പരുത്തിക്കാടുമുണ്ട്. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. ശ്രീ റോഷി അഗസ്റ്റിൻ, ഇപ്പോൾ അല്പം മുമ്പ് രമേശ് ചെന്നിത്തല ഞങ്ങളുമായി ഈ പരിപാടിയിൽ തന്നെ നടത്തിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യം, കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം ചേതരമായി ചേർന്ന് നിന്നത് യു ഡി എഫിനോടൊപ്പവും കോൺഗ്രസിനോടൊപ്പവും ആണ് എന്നാണ്.
അത് ഏറെക്കുറെ വ്യക്തവുമാണ്. കാരണം 18 സീറ്റിലാണല്ലോ അവർ വിജയിച്ചു വന്നത്. അപ്പോൾ ആ സമുദായത്തിൻ്റെ നല്ല പിന്തുണ UDF കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിൻ്റെ ഒരു ഘടകമായി പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരു നല്ല വിഭാഗം BJPയിലേക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് എം നിശ്ചയമായും ആ സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയാണ്. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലുമൊക്കെ വലിയ വിജയം UDF ഇപ്രാവശ്യം ഉണ്ടായപ്പോൾ കേരള കോൺഗ്രസ് എം അത്തരത്തിലൊരു നേട്ടമുണ്ടാക്കുന്നതിന് LDF സഹായിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഈ ക്രിസ്തീയ സമുദായത്തിൻ്റെ UDF പിന്തുണയിലും BJPയിലേക്കുള്ള ഒഴുക്കിലും കേരള കോൺഗ്രസ് എമ്മിന് എന്തെങ്കിലും ആകാംക്ഷയുണ്ടോ? അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ക്രിസ്തീയ സമുദായത്തിൻ്റെ വോട്ട് അങ്ങനെയാണോ അതിനെ വിലയിരുത്തേണ്ടത് എന്നെനിക്ക് സംശയമുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലല്ല, തൊട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ UDF കേരളത്തിലുണ്ടായി. പിന്നെ തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം വ്യത്യസ്തമായിരുന്നല്ലോ. വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായിരുന്നല്ലോ. അതുകൊണ്ട് ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പിനും അതിൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങളും വിലയിരുത്തലുകളുമുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് എവിടെയെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പോയി എന്ന് വിചാരിക്കാൻ കഴിയത്തക്ക മാറ്റങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കാര്യമായി ദർശിക്കാൻ കഴിയില്ല. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴുള്ള വിലയിരുത്തലുകൾ വിജയത്തിന് അനുകൂലമായ സാധ്യതകളും വഴികളും കണ്ടെത്താറുണ്ട്. ഇത് മാറും. അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറുകയാണെങ്കിൽ ഈ വിലയിരുത്തലുകൾ മാറ്റപ്പെടും. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ ഗ്രഹിച്ച് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ആ സംവിധായകരുടെ മനോവികാരം അതിലെ ജാതീയ വർഗീയമായ കാഴ്ചപ്പാടുകളെക്കാൾ ഉപരിയായിട്ടുള്ള അവരുടെ നിഷ്പക്ഷമായ വിലയിരുത്തലുകളും പ്രവർത്തനത്തിൽ അവർ കാണിക്കുന്ന സൂക്ഷ്മതയും ഓരോ തെരഞ്ഞെടുപ്പിലും മാറ്റങ്ങൾ കിടം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ റോഷി, പുരോഗമനപരമായി അങ്ങനെയൊക്കെ സംസാരിക്കാമെങ്കിലും മുസ്ലിം ന്യൂനപക്ഷ വിരോധം വലിയ തോതിൽ സഭാവിശ്വാസികൾക്കിടയിൽ പടരുന്നുണ്ട്. അതിന് ചിലർ കൃത്യമായി പ്രവർത്തിക്കുന്നുമുണ്ട്. അത് സഭാവിശ്വാസികൾക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്നു. അതിൽ ചില സഭകൾ തന്നെ അത്തരം നിലപാടുകൾ പരസ്യമായി എടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു സ്വാഭാവിക ഇടമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത്, കുറച്ച് കാലമായി കേട്ടുകൊണ്ടിരുന്നത് UDF തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഉണ്ണിബാലകൃഷ്ണൻ ചോദിച്ചതിന് തുടർച്ചയായിട്ടാണ് എൻ്റെ ചോദ്യം. BJPയിലേക്ക് കൂടി പോകുന്നത്, അതായത് മുസ്ലിം ന്യൂനപക്ഷ വിരോധത്തിൽ ഊന്നിക്കൊണ്ട് BJPയിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോഴും LDF എന്ന ഭാഗത്ത് ഇനി നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം സാധ്യത നിലനിൽക്കുന്നു എന്നൊരു വിഷയം കൂടിയില്ലേ? താങ്കളിപ്പോൾ പുരോഗമനപരമായി ചിന്തിക്കുന്നു, പക്ഷേ സഭാവിശ്വാസികൾക്കിടയിൽ അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാമല്ലോ. അല്ല, അങ്ങനെ സഭാവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് എൻ്റെ വിചാരം. ഞാനൊരു വിശ്വാസിയാണ്. അപ്പോൾ എന്നെ കൂടെ ബാധിക്കുന്ന പ്രശ്നമാണിത്. ക്രൈസ്തവ സമൂഹവും സഭയും ഇത്തരത്തിലുള്ള വിഭാഗീയത വളർത്തുന്ന കാര്യത്തിലോ ജാതീയ സ്പിരിറ്റ് അല്ലെങ്കിൽ വിഭാഗീയമായി ചിന്തിക്കുന്ന കാര്യത്തിലോ ഒരിടത്തും നേതൃത്വം കൊടുത്തതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ എവിടെയും ഉടനെടുക്കാം. അത് അവരവരുടെ രീതിയിൽ വരുന്ന കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ബോധ്യമായ അത്തരം കാര്യങ്ങളിലുള്ള ആശങ്കകളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നേരെ ഉറച്ചിരിക്കുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം അതിൽ മറ്റാരുടെയും ഇടയല്ല, പൊളിറ്റിക്കലായിട്ടുള്ള ഞങ്ങളുടെ ഡിസിഷനാണ്. കെ മാണി സാറിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരള രാഷ്ട്രീയത്തിൽ നിലനിർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഏറ്റവും പരിശ്രമകരമായിട്ടുള്ള നിലനിൽപ്പിനെ ബാധിക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾക്ക് വിജയം ഉണ്ടാകാൻ സാധിച്ചത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പരാജയം ഉണ്ടായി എന്നുള്ളത് സമ്മതിക്കുന്നത് രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ കിടം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ തീരുമാനങ്ങളോ ഞങ്ങളുടെ നിലപാടുകളോ ഒന്ന് വ്യത്യസ്തമായി കാണാനോ ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ടെന്നോ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ശ്രീ റോഷി അഗസ്റ്റിൻ, ഇപ്പോൾ കേരള കോൺഗ്രസ് എം തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു ലോക്സഭാ സീറ്റ് കൈവിട്ട് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ CPIM രാജ്യസഭാ സീറ്റ് നൽകിയതോടെ രണ്ട് കക്ഷികളും തമ്മിൽ അതങ്ങ് സെറ്റിലായി എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റിയുടെ, അതായത് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തോമസ് ചാഴികാടൻ നടത്തിയ വിമർശനങ്ങൾ, നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി നടത്തിയ തനിക്കെതിരായ വിമർശനം തോൽവിയിലേക്ക് നയിച്ചുവെന്ന് തോമസ് ചാഴികാടൻ പറഞ്ഞ ആ പ്രസംഗം അത് റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന് പറഞ്ഞപ്പോൾ പോലീസിൽ പരാതി വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം ആ യോഗ
യോഗത്തിൽ തോമസ് ചാഴികാടൻ പറഞ്ഞു എന്നത് വാർത്തയാകുന്നു. പക്ഷേ പുറത്തിറങ്ങിയ പാർട്ടിയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്തിനാണ് അത് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചത്? അത് പുറത്തു വന്നതല്ലായിരുന്നോ? അല്ല, പാർട്ടിക്കകത്ത് നടക്കുന്ന ഇന്റേണൽ ഡിസ്കഷൻസ് എന്തിനാണ് പുറത്തറിയുന്നത്? ഞങ്ങളുടെ പത്രക്കുറിപ്പിലൂടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതല്ല നമ്മൾ കാണേണ്ടത്. കേരള കോൺഗ്രസിന്റെ നയങ്ങളും നടപടികളും പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയല്ലോ. ഇപ്പോൾ ഒരു പാർട്ടി കമ്മിറ്റി കൂടുന്നു, അല്ല നമ്മൾ ഏതെങ്കിലും നമ്മുടേതായിട്ടുള്ള ഇന്റേണലായിട്ടുള്ള മീറ്റിംഗ് അസസ്മെന്റ്സ് നടക്കുന്നു, അതല്ല എന്തിനാ പുറത്തു വരുന്നത്? അതല്ലല്ലോ ആവശ്യം. ഏതൊരു മീറ്റിംഗ് കൂടിയാലും മീറ്റിങ്ങിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ പരസ്യമായി പറയാൻ കഴിയുന്നത് പുറത്ത് പറയുമ്പോൾ അതാണല്ലോ പാർട്ടിയുടെ അഭിപ്രായം. അത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ചെയർമാൻ പറഞ്ഞു, വാർത്തയും വന്നു. പിന്നെ ഇതിനാണ് ഇത്തരം ചർച്ചകൾ? അതാണല്ലോ നമ്മുടെ സമൂഹത്തിൽ ജീർണതയ്ക്കാണ് കൊടുക്കുന്നത്. തോമസ് ചാഴികാടനെ പോലെയുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സംസാരം, രീതി, പെരുമാറ്റം എത്രയോ കാലമായി കേരള പൊതുസമൂഹം കാണുക. അത്തരം കാര്യങ്ങളിലൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ നടത്തുന്ന ചർച്ചകളുടെ ഭാഗമായി, ഇന്റേണലായി നടന്ന ഡിസ്കഷൻ്റെ ഭാഗമായി രൂപപ്പെട്ട വിഷയങ്ങളെ പുറം ലോകത്ത് അറിയിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അത് ഭൂഷണമാണെന്നൊരു വിചാരം നല്ലതാണോ അങ്ങനെ ചിന്തിക്കുന്നത്? അത് ആ വഴിക്ക് നിൽക്കട്ടെ, അതിലിപ്പോൾ ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കേരള കോൺഗ്രസിനും പാർട്ടിക്കും തോമസ് ചാഴികാടനൊക്കെയുള്ള അഭിപ്രായങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ള ബോധ്യം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും CPM-നും ഉണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയപരമായ തീരുമാനങ്ങളും പറഞ്ഞു. അതിനപ്പുറത്തോട്ട് ചാഴികാടനെ എത്ര കണ്ട് മോശമാക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തിയെ, ആ വ്യക്തിത്വത്തെ മോശമാക്കാൻ, അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെ മോശമായി കാണാൻ കേരള പൊതുസമൂഹം ഒരിക്കലും തയ്യാറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശ്രീ റോഷി അഗസ്റ്റിൻ, 2021 ഇലക്ഷനിൽ കേരള കോൺഗ്രസിന് 5 നിയമസഭാ സീറ്റുകളിലാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ഈ 2026 ഇലക്ഷനിൽ ഈ ജോസ് കെ മാണി നിങ്ങളുടെ ചെയർമാൻ്റെ തോൽവിയായിരുന്നു അന്ന് വലിയ ചർച്ചയായത്. 2026 ഇലക്ഷനിൽ പാലാ നിങ്ങൾ തിരിച്ചു പിടിക്കാൻ ഉള്ള വർക്കുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അടുത്ത 2026 നിയമസഭയിൽ ശ്രീ ജോസ് കെ മാണി അവിടെ നിയമസഭയിൽ ഉണ്ടാവുമോ? യാതൊരു സംശയമില്ലല്ലോ. പാലായിലെയും കടുത്തുരുത്തി ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടായിട്ടുള്ള വോട്ടെന്ന് അസസ് ചെയ്ത് നോക്കിയേ. ഞാൻ പറഞ്ഞില്ല, 34,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാലാ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്രാവശ്യം 12,000 വോട്ടേ ഉള്ളൂ. ഇത്രയും ഒരു കുത്തൊഴുക്കുണ്ടായ സമയത്ത് പോലും കടുത്തുരുത്തിയിൽ ഇതില്ലേ കാണുന്നത്. ഞങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊപ്പം ശക്തമായി നിലകൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട്, ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ രീതിയും ശൈലിയും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട്. മാണി സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആ പാർട്ടിയെ കെട്ടിപ്പടുത്തുകൊണ്ട് ഞങ്ങൾ 10 അംഗത്തിന് മുകളിൽ നിയമസഭാ അംഗങ്ങളുമായി ഈ 2026 കേരള നിയമസഭ വരും. താങ്ക് യു ശ്രീ റോഷി അഗസ്റ്റിൻ. ആ ആത്മവിശ്വാസം പൂവണിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളും സന്തോഷത്തിലാണ്. തീർച്ചയായും ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ താങ്കൾക്കും നടത്താൻ സാധിക്കട്ടെ. താങ്ക് യു ശ്രീ റോഷി അഗസ്റ്റിൻ. ഏറ്റവും ഗ്ലാമറായ ജനകീയനായ നേതാവാണ്. ഗ്ലാമറസ് ആൻഡ് പോപ്പുലർ. അതായത് ശ്രീ റോഷി അഗസ്റ്റിൻ വരുന്ന ഇടങ്ങളിൽ സ്വാഭാവികമായും ആൾ കൂടും. അപ്പോൾ നമ്മുടെ പരിപാടി ബിഗ് റോഷി അഗസ്റ്റിൻ നിൽക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ നോക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ജനകീയമായ ജനങ്ങളുമായിട്ട്. അപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വൈകാരികമായ ബന്ധം ശ്രീ റോഷി അഗസ്റ്റിനുണ്ട്. തീർച്ചയായിട്ടും 2026 കൂടുതൽ സീറ്റുകളിലേക്ക് അത് വ്യാപിപ്പിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ശ്രീ റോഷി അഗസ്റ്റിൻ.